കിഡീസ്, ഇത് ശിവരാത്രിയുടെ അന്നത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണം ഓൾറെഡി ഞാനൊരു ബാംഗ്ലൂർ മലയാളിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസം ശിവരാത്രി അല്ലായിരുന്നോ, അപ്പോൾ അന്നത്തെ ദിവസത്തെ വ്ളോഗാണ് ഇത്. അപ്പോൾ ഞാൻ അതിരാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു, കുളിച്ച് ഈ സെറ്റ് മുണ്ടെടുക്കാൻ എനിക്ക് അരമണിക്കൂർ എടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര പാടാണ് സെറ്റ് മുണ്ടൊക്കെ കൊടുക്കാനായിട്ട്. എന്നാലും ഒരിഷ്ടം കാരണം കൊണ്ട് അങ്ങ് കൊടുത്തതാണ്. പിന്നെ ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ ആണല്ലോ നമുക്ക് ഇതൊക്കെ കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ അവസരങ്ങൾ വെറുതെ കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് സെറ്റ് മുണ്ടൊക്കെ എടുത്ത് വന്നത്. പിന്നെ നിങ്ങളെല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം സെറ്റ് മുണ്ടൊക്കെ എടുത്തപ്പോൾ നല്ലതായിരുന്നു എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ ഇപ്രാവശ്യവും സെറ്റ് മുണ്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും ശിവരാത്രി എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും വ്രതമെടുത്തായിരുന്നോ? അമ്പലത്തിൽ പോയായിരുന്നോ? എന്നൊക്കെയുള്ളത് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും എന്നെ കമൻസ് ആയിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഞാനൊരു തികഞ്ഞ ഈശ്വരവിശ്വാസിയാണ്. അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പം തൊട്ടേ ആ ഒരു ഈശ്വരവിശ്വാസത്തിൽ അച്ഛനമ്മമാർ വളർത്തിയതാണ് കേട്ടോ. പിന്നെ ചില ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമല്ലേ, നമുക്ക് നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു വേവ് പോലെയാണ്, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പാരൻസ് ഉണ്ട്, ആരൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. നമ്മൾ ഒരുപാട് ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു സന്ദർഭം എല്ലാവരുടെ ലൈഫിലുണ്ടായിരിക്കും. നമുക്കൊരു പക്ഷേ ആരോടും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് തുണ അല്ലെങ്കിൽ എൻ്റെ സങ്കടങ്ങൾ പറയാൻ കേൾക്കാൻ ഒരാൾ എന്ന് പറയുന്നത് ഭഗവാൻ മാത്രമായിരുന്നു. ഇതെൻ്റെ 20s നടന്നിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതിപ്പോൾ ബിഫോർ മാരേജ് ആണോ ആഫ്റ്റർ മാരേജ് ആണോ എന്നുള്ളത് ഞാൻ എടുത്തു പറയുന്നില്ല, കാരണം അത് കഴിഞ്ഞു പോയ കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എന്തിനാണ് പിന്നെയും ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയില്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് അത് ഞാൻ എടുത്തു പറയുന്നില്ല. എന്നാൽ പോലും അത്രയും ബുദ്ധിമുട്ടിലൂടെ, അത്രയും വിഷമഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കുറച്ചധികം വർഷങ്ങൾ ഞാൻ ദുഃഖിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ആ ഒരു സമയത്ത് എനിക്ക് തുണ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ ഭഗവാൻ മാത്രമാണ്. ഞാൻ ആ പൂർണ്ണ വിശ്വാസത്തിൽ ഇതൊക്കെ ശരിയാവും എന്നുള്ള വിശ്വാസത്തിൽ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് അങ്ങനത്തെ ഒരു മോശം സിറ്റുവേഷനെ മറികടന്ന് ജീവിതത്തിൽ വിജയിക്കാനും അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇപ്പോൾ ജീവിക്കാനും എനിക്ക് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തികഞ്ഞ ഈശ്വരവിശ്വാസി തന്നെയാണ്. എനിക്ക് എപ്പോഴും പരീക്ഷിച്ചാലും എന്നെ ഉപേക്ഷിക്കില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരേ ഒരാൾ ഭഗവാനാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇത്രയും നല്ല ലൈഫൊക്കെ തന്നില്ലേ. എനിക്ക് ശരത്തേട്ടനുണ്ട്, മക്കളുണ്ട്, അച്ഛനമ്മമാരുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാം കൊണ്ടും ഭാഗ്യവതിയായിട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭഗവാൻ നല്ലത് മാത്രമേ ചെയ്യൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ പൂജയും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ രാവിലെ എണീറ്റു, കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിപ്പോൾ അമ്പലത്തിലൊക്കെ പോകുന്ന കാരണം കൊണ്ട് ഞാൻ സെറ്റും ഉണ്ടാക്കിയാണ് ഉടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഉടുക്കാൻ എനിക്ക് കുറേ സമയം വേണം, അത് വലിയൊരു ടാസ്ക്കാണ്. എന്നാലും എങ്ങനെയൊക്കെയോ ഉടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചു. പിന്നെ ഭഗവാന് മാല ചാർത്തി. പിന്നെ കൂവളമാലയാണ് ഭഗവാന് ഇഷ്ടം. അപ്പോൾ എനിക്ക് കൂവളത്തിൻ്റെ മാല വാങ്ങിക്കാനായിട്ട് കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ കൂവളത്തിൻ്റെ ഇല വാങ്ങിച്ചിട്ട് അതാണ് നമ്മൾ ഇപ്പം ഞാൻ പൂജ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭഗവാന് അർപ്പിച്ചത് കേട്ടോ. പൂവിന് പകരം ഞാൻ കൂവളത്തിൻ്റെ ഇലയാണ് അർപ്പിച്ചത്. പിന്നെ ഫ്രൂട്ട്സാണ് ഞാൻ ഭഗവാനെ നിവേദ്യമായിട്ട് വെച്ചത്. പാല് വെക്കുന്നവരുണ്ട്, ഫ്രൂട്ട്സ് വെക്കണമെങ്കിൽ വെക്കാം, നമുക്ക് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെക്കാം. അപ്പം അത് ഇച്ചിരി നേരം വെളുത്ത സമയമല്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് പാലൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഫ്രൂട്ട്സാണ് നിവേദ്യമായിട്ട് വെച്ചത് കേട്ടോ. പിന്നെ സാധാരണ ചെയ്യണ പോലെ തന്നെ വിളക്ക് വെച്ചു. പിന്നെ ദീപവും ധൂപ ആരതികളൊക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വെള്ളം പോലും കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. പിന്നെ ഇനി വ്രതത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ വെള്ളം മാത്രം കുടിച്ചിട്ട് ഉപവസിക്കുന്ന ആൾക്കാരുണ്ട്, അതല്ലാതെ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നവരുണ്ട്. പക്ഷെ അരിഭക്ഷണം ഒരു നേരം ഒരിക്കലും എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു നേരം അരി ആഹാരം കഴിച്ചിട്ടുള്ളതായിരിക്കും മിക്കവാറും ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇപ്പം എന്ത് കാര്യമാണെങ്കിലും നമ്മളുടെ ഹെൽത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഹെൽത്ത് നോക്കിയിട്ട് വേണം നമ്മൾ
ഉപവാസമാണെങ്കിലും വ്രതമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും എടുക്കാനായിട്ട്. നമുക്ക് ഹെൽത്ത് വൈസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ കഠിന വ്രതങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് കേട്ടോ. ഭഗവാനെ എല്ലാ കാര്യവും അറിയാം അല്ലേ. നമ്മൾ കഠിന വ്രതം എടുത്ത് നമ്മുടെ ആരോഗ്യസ്ഥിതി മോശമായിട്ടുണ്ടെങ്കിലും നമ്മൾ ഭഗവാനെ പഴിക്കില്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഭഗവാനെ എല്ലാ കാര്യവും അറിയാം. നമ്മളുടെ മനസ്സിൻ്റെ നന്മയും തിന്മയും എല്ലാം തിരിച്ചറിയുന്ന ആളാണ്. അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് പറ്റാവുന്ന രീതിയിൽ, ആരെയും ബോധിപ്പിക്കാനായിട്ടൊന്നല്ല, നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം നാമങ്ങളായിട്ട് ശിവന്റെ അഷ്ടോത്തര നാമാവലി ചൊല്ലാം, സഹസ്രനാമം ചൊല്ലാം. ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഓം നമ ശിവായ തന്നെ എത്ര പ്രാവശ്യം, ഇന്ന കണക്ക് എന്നൊന്നുമില്ല കേട്ടോ. ഇപ്പം ഈ മഹാശിവരാത്രിയുടെ അന്ന് നമുക്ക് ഓം നമ ശിവായ ചൊല്ലുക എന്ന് പറയുന്നത് ഇത്ര കണക്ക്, ഇപ്പോൾ 108, 1008 അങ്ങനെയല്ല ചൊല്ലുന്നത്. നമുക്ക് എത്ര പ്രാവശ്യം ചൊല്ലാൻ പറ്റുമോ അത്രയും പ്രാവശ്യം നമുക്ക് ഓം നമ ശിവായ ചൊല്ലാനായിട്ട് പറ്റും. എന്ന് പറയുന്ന ഒരു മന്ത്രമുണ്ട്. അത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണ് കേട്ടോ. അതിപ്പോൾ ഈ ഒരു ദിവസം എന്നല്ല, ഏത് ദിവസമാണെങ്കിലും നമുക്ക് നമ്മളെ ശല്യപ്പെടുത്താനായിട്ട് ആരും വരരുത് ആ ഒരു മന്ത്രം ചൊല്ലുമ്പോൾ. കാരണം വെച്ചാൽ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണത്. മവ ശിവ, മവ ശിവ, മവ ശിവ. ഇപ്പം ഇതാണ് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണ്. അപ്പം അത് ചൊല്ലുന്ന സമയത്ത് നമുക്ക് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും പാടില്ല. ഇപ്പോൾ കുഞ്ഞു മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നോക്കാനായിട്ട് വേറെ ആരെങ്കിലും ഏൽപ്പിക്കണം. ഈ ഒരു മണിക്കൂറാണ് അത് ചൊല്ലുന്നത്. അതിന് എണ്ണമല്ല, നമ്മൾ സമയം നോക്കിയിട്ട് ഇപ്പോൾ രാവിലെ ഒരു 7 മണിക്ക് അല്ലെങ്കിൽ ഒരു 5 മണിക്ക് ചൊല്ലുകയാണെങ്കിൽ 5 തൊട്ട് 6 വരെ. അതായത് നമ്മൾ എപ്പോഴാണോ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത് അതിൽ 1 അവർ ആയിരിക്കണം ഈ ഒരു മന്ത്രം ചൊല്ലേണ്ടത്. അല്ലാത്ത സമയത്തൊന്നും വെറുതെ ഒന്നും നമുക്കത് ചൊല്ലാൻ പാടില്ല, നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ല. അപ്പം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം ആ ഒരു മന്ത്രം ചൊല്ലുമ്പോൾ. ഓം നമ ശിവായ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഇരിക്കുകയാണെങ്കിലും നിൽക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് ഓം നമ ശിവായ ചൊല്ലുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഓം ഹ്രീം നമ ശിവായ അങ്ങനെ ഒരു മന്ത്രമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ മന്ത്രങ്ങളുണ്ട്. പിന്നെ അഷ്ടോത്തര നാമാവലി, പിന്നെ സഹസ്രനാമം, ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പം ഇതൊക്കെയാണ് ഇനിയിപ്പം വായിക്കാനായിട്ട് പോകുന്നത്. അത് 108 എണ്ണം ഉണ്ടായിരിക്കും. അപ്പോൾ അത് ചൊല്ലിയതിന് ശേഷം പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്കൊക്കെ പോകണമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഞാൻ രാവിലെ ചെയ്യുന്നത്. പിന്നെ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ അതിന് ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും പക്ഷെ അത്, ചിലർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും എനിക്ക് ശിവരാത്രിക്ക് വ്രതം എടുക്കണം എന്നുള്ളത്. പക്ഷെ അത് എല്ലാവരെ കൊണ്ടും കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമോ അല്ല. നമുക്ക് ഭഗവാന്റെ നല്ല അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് എടുക്കണം എന്ന ആഗ്രഹമുള്ളവർ അതിനൊരു തടസ്സവും വരാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ നമുക്ക് ഭഗവാൻ അനുഗ്രഹം ഇല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല. നമുക്ക് ഭഗവാൻ അനുഗ്രഹം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോലും നമുക്കിത് അനുഷ്ഠിക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, ശിവഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അത് കാരണം കൊണ്ട് പരീക്ഷിക്കാനല്ല, അതല്ലാതെ ശ്രമിക്കാം. നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ലേ എന്നൊന്നും അതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. എന്നാലും നമ്മൾ 100% കൊടുത്തുകൊണ്ട് നമ്മളതിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനത്തെ വ്രതങ്ങളും അല്ലെങ്കിൽ ഉപവാസം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരു തരത്തിലും നമ്മുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളോ അല്ലെങ്കിൽ പൊട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ദേഷ്യം, എന്താ പറയുക, അല്ലെങ്കിൽ നമ്മളൊരു വൈരാഗ്യ ബുദ്ധി, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അങ്ങനെ മറ്റുള്ളവരോട് അങ്ങനെ നമ്മൾ അകറ്റി നിർത്തി നമുക്ക് അവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, ഇങ്ങനത്തെയൊക്കെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ വ്രതങ്ങളോ ഉപവാസമോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ശിവരാത്രിക്ക് എടുക്കുന്ന വ്രതമോ ഒന്നും എടുത്തിട്ട് ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മുടെ മനസ്സിനൊരു നന്മയുണ്ട് അല്ലേ. നമ്മുടെ മനസ്സിൽ ഒരു കളങ്കം പാടില്ല. നമ്മുടെ മനസ്സിൽ നമ്മളായിട്ട് ഒരാൾക്ക് ദ്രോഹം ചെയ്യാനോ ഒന്നിനും പാടില്ല. എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെട്ടു എന്നൊന്നും വരില്ല. എന്നിരുന്നാൽ പോലും നമ്മളായിട്ട് അങ്ങോട്ട് കയറി ആരെയും ഉപദ്രവിക്കുകയും ആരെയും ദേഷ്യം കാണിക്കുകയും അങ്ങനത്തെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് മാക്സിമം അകന്ന് നിൽക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യുള്ളൂ കേട്ടോ.
നമ്മൾ എന്തിനാണ് മറ്റുള്ളവർക്ക്, ഇപ്പം നമ്മളെ കണ്ടാൽ ചതുർത്ഥിയാണ് എന്ന് പറയുന്ന ആൾക്കാർക്ക് കണ്ണിഷ്ടിക്ക് കണ്ടൂടെ എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്തേക്ക് അധികം നമ്മൾ മിങ്കിൾ ചെയ്യാൻ പോകാണ്ടിരിക്കുക. നമുക്കും നെഗറ്റിവിറ്റിയാണ് പകർന്നു തരുള്ളൂ, അവർക്കാണെങ്കിലും പിന്നെ പിന്നെ നമ്മളോടുള്ള ദേഷ്യം കൂടെയുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടേ ഞാൻ ജീവിക്കുന്നത് കേട്ടോ. ഞാൻ ആരുടെ അടുത്തേക്ക് ഒരു ദ്രോഹത്തിനും പോകാറില്ല, എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ അടുത്തേക്ക് ഞാൻ പോകാറുമില്ല. അങ്ങനെ ഒഴിവാക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം. നമ്മുടെ മനസ്സമാധാനമാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പം അത് തകർക്കാൻ നിൽക്കുന്നവരെ പറ്റിയിട്ട് കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും ആ നെഗറ്റിവിറ്റി നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കും. അപ്പം അത് കാരണം കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി വയ്ക്കുക. നമ്മൾ ആരെയും ദ്രോഹിക്കേണ്ട, പറ്റാവുന്ന നന്മകൾ ചെയ്യാൻ മുന്നോട്ട് പോവുക, പ്രാർത്ഥിക്കുക, ഭഗവാനായിട്ട് കൂടുതൽ അടുപ്പം സൂക്ഷിക്കുക. അപ്പോൾ മനുഷ്യരെ കഴിഞ്ഞും എന്തുകൊണ്ടും ബെറ്റർ നമ്മുടെ എല്ലാ ദുഃഖവും സന്തോഷം ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരിടം ഇതാണ്. അപ്പോൾ അവിടെ ആയിരിക്കണം നമ്മൾ 100% കൊടുക്കേണ്ടത് എന്നേ ഞാൻ പറയുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. നമുക്ക് ഉറക്കക്കുറവോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ അസ്വസ്ഥതകളോ ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഇങ്ങനെയുള്ള വ്രതങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും നമ്മുടെ ദാമ്പത്യ ഭദ്രതയ്ക്കും അത് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ഭർത്താവും ഭാര്യയൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നതായിരിക്കും എല്ലാവർക്കും താല്പര്യമുള്ള കാര്യം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഉള്ളിലും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി രൂപം കൊള്ളണം. അതിന് നമുക്ക് ഏറ്റവും നല്ലത് ഇവിടെ നമ്മളെ സമർപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം അങ്ങനെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും മക്കളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും പിന്നെ നമുക്ക് വീട്ടിലെപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനും ഇപ്പോൾ ധനപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഉയർച്ചയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നമുക്ക് നല്ല കാര്യങ്ങൾ മാത്രം വരാനും നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു മരണഭയോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആയുസ്സിനോ ആരോഗ്യത്തിനോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും ഇപ്പം ഈ ശിവരാത്രിക്ക് വ്രതം നോറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ പാപങ്ങളും ഇപ്പം മനസ്സിൽ ദുഷ്ടതരം വെച്ചുകൊണ്ട് ഇതെടുത്തിട്ട് കാര്യമില്ല. അതല്ലാതെ ഇപ്പം നമ്മൾ എല്ലാ മനുഷ്യർക്കും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ഭഗവാൻ ക്ഷമിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വ്രതം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കണം. അപ്പം വെള്ളം മാത്രം കുടിച്ചിട്ട് ഉപവസിക്കുന്നവരുണ്ട്, ഒരു തുള്ളി വെള്ളം പോലെ ഇറക്കാതെ ഉപവാസം അനുഷ്ഠിക്കുന്നവരുണ്ട്, ഒരിക്കലും ഊണ് അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ട് ചെയ്യുന്നവരുണ്ട്, ഫ്രൂട്ട്സ് മാത്രം, അരി ആഹാരം ഒഴിവാക്കിയിട്ട് നോൺ വെജ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. അതായത് തലേ ദിവസം ഇപ്പം ഇന്ന് ബുധനാഴ്ചയല്ലേ, ചൊവ്വ ബുധൻ വ്യാഴം ഈ ഒരു ഇയറിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ 3 ദിവസം അടുപ്പിച്ച് നോൺ വെജ് ഭക്ഷണം ഒന്നും തന്നെ കഴിക്കില്ല ഞാൻ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇപ്പം ഇന്ന് ശിവരാത്രി ആണെങ്കിൽ അത് കംപ്ലീറ്റ് ആവുന്നത് നാളെ രാവിലെ ആയിരിക്കും. അപ്പോൾ നാളെ രാവിലെ ഒരു 8 മണിയോ 9 മണിയോട് കൂടിയിട്ടൊക്കെ ഞാൻ ഇത് കംപ്ലീറ്റ് ആവുന്ന സമയം നാളെ രാവിലെ 9 മണിയോട് അടുപ്പിച്ചാണ്. അപ്പോൾ അത്രയും നേരം നമ്മൾ ഈ വ്രതത്തിൽ തന്നെയാണ്. അപ്പം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ശുദ്ധിയും വൃത്തിയും എല്ലാം ഉണ്ടായിരിക്കണം. മനഃശുദ്ധി എന്ന് പറയുന്നത് മനസ്സിലെ കളങ്കമില്ല, മനസ്സിൽ ആരോടും ദേഷ്യമില്ല, വൈരാഗ്യമില്ല, ഒന്നുമില്ല, ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രം. ദേഹശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിച്ച് നനച്ച് നല്ല വസ്ത്രം ധരിച്ച് നമുക്ക് വേറെ ശരീരത്തിന് അശുദ്ധി വരുന്ന ഒരു കാര്യങ്ങളും പാടില്ല. പീരീഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും അങ്ങനത്തെ ഒരു കാര്യവും പാടില്ല. അങ്ങനെയാണ് നമ്മൾ ശരീരശുദ്ധി നോക്കേണ്ടത്. ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് കേട്ടോ. ഈ ഉറക്കമൊഴിക്കണ കാര്യമുണ്ടല്ലോ, അപ്പം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവരാത്രിക്ക് 4 യാമങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 4 യാമത്തിൽ 2 യാമമെങ്കിലും നമ്മൾ ഉറങ്ങാതെ ഇരിക്കണം. എല്ലാവർക്കും ഉറങ്ങാതെ ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമുക്ക് ചിലർക്ക് ആരോഗ്യത്തിന് മോശം സ്ഥിതിയാണെങ്കിൽ ഉറക്കമൊഴിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ ഒരു 12 മണി 12:30 വരെയൊക്കെ ഉറക്കമൊഴിച്ചിരുന്നിട്ട് പിന്നെ നമുക്ക് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഉറങ്ങി പിന്നെ നമുക്ക് ഉണർന്ന് പിന്നെ കുളിച്ച് നമ്മൾ പൂജയോ വിളക്ക് കൊളുത്തുന്ന കാര്യമൊക്കെ ആണെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ 2 യാമം അപ്പോഴത്തേക്കും കംപ്ലീറ്റ് ആവുമെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം അങ്ങനെ 4 യാമത്തിൽ 2 യാമം ഉറങ്ങാതെ ഇരുന്നാലും മതി. അല്ലെങ്കിൽ നമ്മൾ ഫുൾ ഡേ ഉറങ്ങാണ്ടിരിക്കണം. ഇന്നത്തെ ഒരു ദിവസം പകലുറക്കം പാടില്ല കേട്ടോ. അപ്പം ഞാൻ പകൽ ഉറങ്ങാറില്ല. അതല്ല ഇപ്പം നമുക്കൊരു ക്ഷീണവും ഇതൊക്കെ തോന്നിയാൽ പോലും നമ്മൾ ഉറങ്ങാനായിട്ട് പാടില്ല.
അങ്ങനെ ഒരു കാര്യമുണ്ട്. രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ഉറക്കം എന്ന് പറയുന്ന കാര്യം ഇല്ല. അതാണ് ശിവരാത്രിയുടെ ഒരു വേറൊരു കാര്യം. നമ്മൾ ശിവരാത്രിക്ക് ഉറക്കമൊഴിച്ചിരിക്കും. ചിലരൊക്കെ അമ്പലത്തിലൊക്കെ പോകും. ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോവാം. അല്ലാതെ വീട്ടിലിരുന്ന് നാമം ചൊല്ലുന്നവരുടെ ഏത് സമയത്തും 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ നാമം ചൊല്ലാം. നമുക്ക് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രിയൊക്കെ നമുക്ക് നാമം ചൊല്ലിയിട്ട് ഇരിക്കാം. പൂജ റൂമിൽ അവിടെ എല്ലാം അമ്പലത്തിൽ തന്നെ പോകണമെന്നില്ല. അമ്പലത്തിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഇന്നത്തെ ഒരു ദിവസം. അപ്പം അമ്പലത്തിൽ തന്നെ പോകണം എന്നൊന്നുമില്ല. നമ്മുടെ പൂജ റൂമിനകത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും നമുക്ക് ഇരിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് ഇരിക്കാൻ സൗകര്യമുള്ളവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും തൊഴുത് വീട്ടിലേക്ക് പോരുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ അമ്പലത്തിൽ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുഞ്ഞു മക്കളൊക്കെ ഉള്ളതല്ല, അവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയും എല്ലാം ചെയ്യണം. ഫ്രഷായിട്ട് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ അമ്പലത്തിൽ ഇരിക്കാൻ സാധ്യത കുറവാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ശിവരാത്രി വ്രതം എടുക്കാൻ പറ്റിയ എല്ലാവരും പുണ്യം 100 കോടി പുണ്യം കിട്ടിയ പോലത്തെ ഒരു ഫലം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഈ ഒരു പ്രാവശ്യം പറ്റിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എടുക്കാനായിട്ട് നോക്കുക. അങ്ങനെയൊക്കെ നമുക്ക് എല്ലാ പ്രാവശ്യം ചെയ്യാൻ പറ്റിയെന്നൊന്നും വരത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് പറ്റാവുന്ന സമയമാണെങ്കിൽ നമുക്ക് ചെയ്യാം. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ശിവരാത്രിനെ പറ്റിയിട്ട് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അതൊന്നും ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട് പോവാണ് കേട്ടോ. മക്കളെയൊക്കെ വിളിച്ച് അവരുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിലേക്ക് പോകും. ഇത് നമ്മുടെ അടുത്തുള്ള ശിവക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ശിവൻ മാത്രമല്ല കേട്ടോ ഇവിടെ പ്രതിഷ്ഠയായിട്ടുള്ളത്. ഗണപതി, മുരുകനും പിന്നെ നവഗ്രഹങ്ങളും നാഗത്താമാരും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് സ്പെഷ്യൽ ഡേ ആയ കാരണം കൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്നത് കറക്റ്റ് സമയത്തുമായിരുന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇട്ടാവട്ടത്തിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാരുണ്ട്. ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ ഭയങ്കര ചെറുതാണ്. മീൻസ് നാട്ടിലെ പോലെ ഒരുപാട് സ്ഥലത്തൊന്നല്ല അമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ടാവുക. ചെറിയ സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് വന്നാൽ ഭയങ്കര തിരക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. എന്നാൽ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ തൊഴുതു. ആൾക്കാർ വരവും പോക്കും ഒക്കെ ഉണ്ട്. ഒരു സൈഡിൽ കൂടെ ആളുകൾ കയറുന്നു, ഒരു സൈഡിൽ കൂടെ ഇറങ്ങുന്നു. കുറച്ച് പേര് അവിടെ നിന്നുകൊണ്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളും ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമ്മൾ അമ്പലത്തിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നത് കേട്ടോ. അപ്പോൾ പോരുന്ന വഴിക്ക് എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.